വളരെ നിർണായകമാണ്. ഹോർമുസിൽ നിന്ന് ഉള്ള താല്പര്യം ട്രംപ് ഉപേക്ഷിക്കുന്നു. മറ്റ് ലോകരാജ്യങ്ങളുടെ തലയിലേക്ക് ഹോർമുസ് നിയന്ത്രണം ഇട്ടുകൊടുക്കുകയാണ്. വേണമെങ്കിൽ നിങ്ങൾ അവിടെ സുരക്ഷിതമാക്കണമെന്ന് പറയുന്നതിനോട് ചില കാര്യങ്ങൾ കൂടി ചേർത്ത് വായിക്കണം. ഇറാന്റെ നാവികസേനയെ പൂർണ്ണമായി തകർത്തു എന്ന് അവകാശപ്പെടുന്ന അമേരിക്കയ്ക്ക് പക്ഷേ ഹോർമൂസിൽ കൃത്യമായ ഇടപെടൽ നടത്താൻ ഈ ഘട്ടം വരെയും കഴിഞ്ഞിട്ടില്ല. ഹോർമൂസിൽ ഇപ്പോഴും അതിൻ്റെ നിയന്ത്രണം ഇറാന്റെ കൈവശം തന്നെയാണ്. പല ഘട്ടങ്ങളിലായി വിവിധ രാജ്യങ്ങളുടെ പിന്തുണ ട്രംപ് ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ ആ പിന്തുണ ലഭിച്ചില്ല. അതിൻ്റെ കൂടെ വേണം ഇന്ന് ട്രംപ് നടത്തിയ ഈ വാക്കുകളെ ചേർത്ത് വായിക്കാൻ. കാരണം ഹോർമുസ് വഴിയുള്ള എണ്ണ അമേരിക്ക ഇറക്കുമതി ചെയ്യുന്നില്ല, മറ്റ് രാജ്യങ്ങളാണ് അത് ഇറക്കുമതി ചെയ്യുന്നത്. അത്തരത്തിൽ ഇറക്കുമതി ചെയ്യുന്ന രാജ്യങ്ങൾക്ക് ഇനി ഈ കാര്യങ്ങൾ നോക്കാം എന്ന് പറഞ്ഞു വെക്കുകയാണ് ട്രംപ്. അതായത് ഇനി അവരുടെ ഉത്തരവാദിത്വം നിങ്ങൾക്ക് നിങ്ങളുടെ വഴി നാറ്റോ അടക്കം മറ്റു മധ്യേഷ്യൻ രാജ്യങ്ങൾ, പ്രത്യേകിച്ച് ചൈന അടക്കമുള്ള രാജ്യങ്ങളാണ് ഈ ഹോർമുസ് വഴി എണ്ണ ഏറ്റവും കൂടുതൽ ഇറക്കുമതി ചെയ്യുന്നത്. സ്വാഭാവികമായും അത്തരത്തിൽ ഉള്ള രാജ്യങ്ങൾക്ക് മേൽ ഈ ഉത്തരവാദിത്വം ഏൽപ്പിക്കുകയാണ് ട്രംപ്. മാത്രമല്ല അതിൽ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഹോർമുസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അമേരിക്ക ഇതുവരെ നടത്തിയ ഇടപെടലുകൾ ഫലം കണ്ടില്ല. അത് ഫലം കാണാത്തതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന്, നമ്മൾ നേരത്തെ ഇറാൻ കമാൻഡറുടെ ഒരു പ്രതികരണം കണ്ടിരുന്നു. അതായത് ഇറാൻ സൈന്യത്തിന് എന്തൊക്കെ സൈനിക ശേഷിയിൽ ഇനിയും എന്തൊക്കെ ഒളിപ്പിച്ചിട്ടുണ്ട് എന്ന് അമേരിക്കയ്ക്ക് ഊഹിക്കാൻ പോലും കഴിയില്ലെന്ന്. അത് തന്നെയാണ് അമേരിക്ക ഏറ്റവും കൂടുതൽ ഭീതിയിലാക്കുന്നതും. കാരണം ഈ ഹോർമുസ് കടലിടുക്കിൻ്റെ ഏറ്റവും ചെറിയ വീതി, അതായത് ഈ ഹോർമുസ് കടലിടുക്ക് കടന്നു പോകുന്ന പാതയിലെ ഏറ്റവും ചെറിയ വീതി 34 കിലോമീറ്ററാണ്. ആ 34 കിലോമീറ്റർ ഉള്ള ഈ വീതി കുറഞ്ഞ ഈ കടലിടുക്കിൻ്റെ പല വശങ്ങളിലും ഇറാൻ മൈനുകൾ സ്ഥാപിച്ചിട്ടുണ്ട് എന്ന, അതായത് കടലിനടിയിൽ മൈനുകൾ സ്ഥാപിച്ചിട്ടുണ്ട് എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളൊക്കെ ഈ യുദ്ധത്തിൻ്റെ ആദ്യഘട്ടം മുതൽ പുറത്തു വന്നിരുന്നു. ഒരു ഘട്ടത്തിൽ ഇറാൻ്റെ യുദ്ധക്കപ്പലുകളെ ആക്രമിച്ചു എങ്കിൽ കൂടിയും അവരുടെ നാവികസേനയെ പൂർണ്ണമായി തകർക്കാൻ കഴിഞ്ഞു എന്ന് അവകാശപ്പെടുമ്പോൾ കൂടിയും ഇനിയും ഇറാൻ്റെ പക്കലുള്ള ആയുധങ്ങൾ എന്തൊക്കെ, അത് ഇറാൻ വിനിയോഗിക്കുന്നത് ഏത് തരത്തിലൊക്കെ ആയിരിക്കും. അങ്ങനെ ഇറാൻ അത്തരത്തിൽ